നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, ചെമ്മാട്. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പിന് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ തുടക്കമാകും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറപ്പെടും. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 3011 നമ്പർ വിമാനത്തിൽ 166 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. അതേ ദിവസം രാവിലെ 8 വൈകിട്ട് 3 രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങൾ യാത്ര തിരിക്കും. ആദ്യ വിമാനം പുലർച്ചെ 3:50 ജിദ്ദയിലെത്തും. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. കരിപ്പൂരിൽ നിന്ന് 10,430, കൊച്ചിയിൽ നിന്ന് 4,273, കണ്ണൂരിൽ നിന്ന് 3,135 തീർത്ഥാടകർ യാത്ര തിരിക്കും. ബാംഗ്ലൂരു, ചെന്നൈ, മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി 45 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന യാത്ര തിരിക്കുന്നുണ്ട്. കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത്. കരിപ്പൂരിൽ നിന്ന് 166 പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന 59 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ജൂൺ 9 വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും. ജൂലൈ 1 മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത്. ഹാജിമാരെ സ്വീകരിച്ച് യാത്രയാക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കുന്നത്. ഇതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഹജ്ജ് ഹൗസിൽ മുറ്റത്ത് പന്തൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ ജോലി അവസാന ഘട്ടത്തിലാണ്. ഹാജിമാരെ സ്വീകരിക്കുന്നതിന് ഹജ്ജ് ഹൗസിൻ്റെ പ്രധാന കെട്ടിടവും കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത വനിതാ ബ്ലോക്കും പ്രവർത്തന സജ്ജമായി. വിമാനത്താവളത്തിലും ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കുവാൻ കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കും. ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തേണ്ടത്. ക്യാമ്പിൻ്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ VR വിനോദിൻ്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൗസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. എയർപോർട്ട് അതോറിറ്റി, എമിഗ്രേഷൻ, കസ്റ്റംസ്, CISF, എയർ ഇന്ത്യ എക്സ്പ്രസ്, ആരോഗ്യം, പോലീസ്, ഫയർഫോഴ്സ്, PRD, റെയിൽവേ, KSRTC, RTO, KCB, വാട്ടർ അതോറിറ്റി, BSNL, PWD, റോഡ്സ്, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയും കണ്ണൂർ, എറണാകുളം ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രതിനിധികളും ഓൺലൈനായി യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PTA റഹീം MLA, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, ഉമ്മർ ഫൈസി മുക്കം, ഡോക്ടർ IP അബ്ദുസലാം, KP സുലൈമാൻ ഹാജി, മുഹമ്മദ് ഖാസിം കോയ പൊന്നാനി, PP മുഹമ്മദ് റാഫി, PT അക്ബർ, ഹജ്ജ് സെൽ സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൽ കരീം, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കമ്മിറ്റി യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.